ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പോക്കറ്റ് ഓപ്ഷനിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ആസ് യൂഷ്വൽ $20 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് $10 2 ട്രേഡ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് $20 എന്തുകൊണ്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, $20 ഞാൻ സ്റ്റോപ്പ് ലോസ് 20 കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാണ് $20 ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാരണം കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ട്രേഡ് എടുത്തുകൊണ്ട് പോകും. ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ എടുത്തുകൊണ്ട് പോകും. അത് നമുക്ക് പിന്നെ വലിയ രീതിക്കുള്ള ലോസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ടാർഗറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ $20 ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഫുള്ള് ലോസ് ആയെങ്കിൽ ആ ദിവസം ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്ത് ഒരു SL ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ പോവുകയാണെങ്കിൽ അധികം ലോസ് വരത്തില്ല. അതാണ് $20 ഞാൻ ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. നമുക്ക് നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മാർക്കറ്റ് വേണം. ഓക്കെ, ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് സോൺ ഇവിടെ വരും. അതിന് മുകളിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം. ഓക്കെ, ഇവിടെ $10 ട്രേഡ് എടുത്തിട്ടുണ്ട്. യെസ്, സോ നമ്മൾ പ്രോഫിറ്റിലായിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാം. Bet20 ആണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. എമൗണ്ട് കൊടുക്കാം. 20 ആണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത്. 1 ട്രേഡാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. $9.20 പ്രോഫിറ്റാണ്. പക്ഷെ നമ്മൾ അതാ ദിവസം വിഡ്രോ ചെയ്യുന്നതായിരിക്കും. എത്രയാണ് എമൗണ്ട് ബാലൻസ് ഉള്ളത് അത് അതാ ദിവസം വിഡ്രോ ചെയ്തെടുക്കും. ബിനാൻസിലേക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. Bet20 അഡ്രസ്സ് എടുക്കും. പിന്നെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യും. അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യും. പേയ്മെൻറ്റ് മെത്തേഡ്, പേയ്മെൻറ്റ് ചെയിനൊന്ന് കൺസിഡർ ചെയ്യും. Bet20 എല്ലാം കറക്റ്റാണെന്ന് നോക്കി വിഡ്രോ എടുക്കും. ഓക്കെ, എല്ലാം കറക്റ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോവൽ റിക്വസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു പിൻ കൂടെ ചോദിക്കും. അപ്പോൾ ഇവിടെ റിക്വസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ചില കേസിൽ എന്താ പറയുക, പോക്കറ്റ് ഓപ്ഷൻ ഒരു പിന്ന് ചോദിക്കും. അത് നമ്മുടെ ട്രേഡ് ചെയ്യുന്ന ഏരിയാസ് ഫ്രീക്വൻ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഒരു പിന്ന് മെയിലിലേക്ക് വരും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വിഡ്രോവൽ റിക്വസ്റ്റ് കംപ്ലീറ്റ് ആവും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതെങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ക്യാഷ് ആയിട്ട് എടുക്കുന്നതിനുള്ള സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം. ഞാൻ Coin-D6 ആണ് യൂസ് ചെയ്യുന്നത്. അത് എന്തായാലും വിഡ്രോവൽ കംപ്ലീറ്റ് ആവട്ടെ, കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വിഡ്രോവൽ എത്തിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നോക്കാം. 29.20 വിഡ്രോവൽ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ബിനാൻസ് നോട്ടിഫിക്കേഷൻ കാണാം. എന്താ പറയുക, വിഡ്രോവൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബിനാൻസ് എടുത്തു. ഇതിൽ നമുക്ക് $20 ആണ് $10 ഇപ്പോൾ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. Coin-D6 ആണ് യൂസ് ചെയ്യുന്നത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ Coin-D6ലേക്ക് അയക്കേണ്ടതുണ്ട്. അതും നമ്മൾ Bet20 എന്നുള്ള ചെയിൻ ത്രൂ തന്നെയാണ് അയക്കുന്നത്. മിനിമം $10 ആണ് Bet20 വഴി അയക്കാൻ പറ്റുന്നത്. അതിൽ കുറവ് അയക്കാൻ പറ്റത്തില്ല. അപ്പം $10 അയക്കാം. ഇവിടെ നമ്മൾ വിഡ്രോ കൊടുക്കുന്നു. ദെൻ വയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് കൊടുക്കുന്നു. ഇനി ഇവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ നേരെ Coin-D6ലേക്ക് പോവാം. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ കൊടുക്കും. എന്നിട്ട് ടെതർ USDT ഇതിലേക്കാണ് അയക്കുന്നത്. USDT ആണല്ലോ നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ടെതർ USDT ക്ലിക്ക് ചെയ്യാം. അതിൽ നിന്ന് ചെയിൻ നെറ്റ്വർക്ക് Bet20 ചൂസ് ചെയ്യാം. BAC Bet20 ചെയിൻ സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യും, താഴെ അഡ്രസ്സ് കിട്ടും. അത് കോപ്പി ചെയ്യാം, കൺഫേം ചെയ്യുക Bet20. ഓക്കെ, നേരെ ഇവിടെ വരിക, ലോങ് പ്രസ് ടു പേസ്റ്റ്, ഇവിടെ പേസ്റ്റ് ചെയ്യാം. താഴെ നെറ്റ്വർക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് തന്നെ വരും. ഏതാണ് കൊടുത്തത്, Bet20 കൊടുത്തുകൊണ്ട് Bet20 വന്നു. ഇതിൽ നമുക്ക് കാണാൻ പറ്റും മിനിമം വിഡ്രോവൽ $10 ആണ്. ഫീ എന്ന് പറയുന്നത് $0 ആണ്. അതായത് നമ്മൾ ഇവിടുന്ന് $10 അയച്ചു കഴിഞ്ഞാൽ അവിടെയും $10 കിട്ടും. കമ്മീഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. Bet20 ചൂസ് ചെയ്യാം, $10 കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, വിഡ്രോ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ പറയും. BNB സ്മാർട്ടിന് Bet20 അഡ്രസ്സ് കറക്റ്റല്ലേ, $, എത്രയാണെന്നുള്ളത് USDT
ഓക്കെ, F20 കൺഫേം അടിക്കാം. അപ്പോൾ കൺഫേം ചെയ്യാം. എന്തേ വിഡ്രോവൽ പ്രോസസ്സിങ് $10 ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ അവിടെ ക്രെഡിറ്റ് ആവും. എവിടെ നമ്മുടെ Coin26 ക്രെഡിറ്റ് ആവും. ഇനി നമുക്ക് Coin26 പോകേണ്ടത്. നമുക്ക് ബിനാൻസിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് $10 വിഡ്രോ സക്സസ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് നേരെ Coin26 പോവാം. ബാക്ക് അടിക്കാം. ജസ്റ്റ് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുക്കേണ്ടത് കാണിച്ചു തരാം. നേരെ പോർട്ട്ഫോളിയോയിലേക്ക് പോവാം. പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫണ്ട്സിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും, വിഡ്രോ നടന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഡെപ്പോസിറ്റ് USDT $10 കംപ്ലീറ്റ് ആണ് 3/22. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ അയച്ചേക്കുന്ന ഡോളർ. ഇനി എന്ത് ചെയ്യാം, ഇത് നമുക്ക് നേരെ INR കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, ഓവർവ്യൂവിൽ പോവാം. ഓവർവ്യൂസ് അല്ല, കോയിൻസിൽ പോവാം. താഴെ നമ്മുടെ കോയിൻ കാണും വന്നേക്കുന്നത് $10. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെല്ല് കൊടുക്കാം. എത്ര USDT ആണ് സെല്ല് ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. നമുക്കിപ്പോൾ കംപ്ലീറ്റ് സെല്ല് ചെയ്യേണ്ടതുകൊണ്ട് $10 തന്നെ കൊടുത്തു. 85.45 ആണ് പെർ USDT. ഒരു USDTക്ക് 85.45 ഇന്ത്യൻ കറൻസിയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 854 രൂപ കിട്ടും. ഇവിടെ താഴെ സ്വൈപ്പ് ടു സെല്ല് എന്നുള്ള എടുക്കുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് INR കൺവേർട്ടായി. ഓക്കെ, $10 സെല്ലായി. സെല്ല് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ബാക്ക് അടിച്ച് ഓവർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 841 രൂപ. അതായത് നമ്മൾ എന്താ പറയുക, USDT സെല്ല് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് ടാക്സ് പിടിക്കും. ആ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് 841 രൂപ വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇത് അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നേരെ ഫണ്ട്സിൽ പോവാം. ഫണ്ട്സിൽ പോയി കഴിഞ്ഞിട്ട് INR പോവാം. അപ്പോൾ നമുക്ക് 841 വിഡ്രോ ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കും. വിഡ്രോ INR എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, എത്ര എമൗണ്ടാണ് വിഡ്രോ ചെയ്യേണ്ടത്. നമ്മളിപ്പം കംപ്ലീറ്റ് 841 വിഡ്രോ കൊടുത്തു. ഇനി എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക. താഴെ അത് ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. Coin26 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫൈൽ സെക്ഷനിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇനി കണ്ടിന്യൂ ടു വിഡ്രോ കൊടുക്കുക. അപ്പോൾ ഒരു OTP വരും, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ആയിക്കോളും. ഓക്കെ, ഫില്ലായി. ഓക്കെ കൊടുത്തു. ഇതാ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്ത് വിഡ്രോയും കംപ്ലീറ്റ് ആയി. കണ്ടോ, 841 വിഡ്രോ കംപ്ലീറ്റ്. ബാങ്കിൽ നിന്ന് SMS വന്നിട്ടുണ്ട്. നോക്കാം, ഡിയർ കസ്റ്റമർ ഒരു അക്കൗണ്ട് നമ്പർ ക്രെഡിറ്റഡ് വിത്ത് 841. അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു, വിഡ്രോ ആയി. ഓക്കെ, ഇത്രയും സിമ്പിളാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത്.